കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ പുട്ട് ഒക്കെ ഉണ്ടാക്കുന്ന കണക്ക് തന്നെ പെട്ടെന്ന് ജോലിയും തീരും, കറിയും വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോഴിത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. ആ ചാനലിലൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇന്ന് ഞാൻ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം. വൈകിട്ടത്തെ ചായക്കുള്ള സ്നാക്കായിട്ട് ഒക്കെ ഉപയോഗിക്കത്തക്ക ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ഗ്ലാസ് അരി കുതിർത്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. 1 കപ്പ് അതേ കപ്പിന് തന്നെ 1 കപ്പ് ചോറ് കൂടെ ഇടണം. പിന്നെ ഇത് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ അരയ്ക്കുന്നതിന് വേണ്ടി 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ 1 ഗ്ലാസ് അരിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ 1 ഗ്ലാസ് വെള്ളം കറക്റ്റാണ്. അത്രേ ആകാവൂ ഇതിന്. നമ്മൾ ആട്ടിയെടുത്ത അരി നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് 6 മണിക്കൂർ ഇനിയും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് കുറച്ചാണ് ഇടുന്നത്. കാര്യം നമുക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇടേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ പഞ്ചസാര കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാനുള്ളിടത്ത് ഞാൻ 1/2 സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് പഞ്ചസാര കുറച്ച് മതി, അതുകൊണ്ടാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. 6 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം. ഇപ്പോൾ മാവ് തയ്യാറാക്കിയിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തയ്യാറാക്കി വയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പും പഞ്ചസാരയും ചേർത്താണ് വെച്ചത്. അപ്പോൾ ഈ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മധുരം ചേർക്കാം. ഉപ്പ് പാകത്തിനേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. പഞ്ചസാര അങ്ങനെയല്ല, മധുരം ആവശ്യമുള്ളവർക്ക്, കുട്ടികളൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് അരിഞ്ഞിടുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടാൽ മതി. ഈ നേന്ത്രപ്പഴം ഇച്ചിരി കൂടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ കയ്യിലുള്ള നട്ട്സ് ഇടാം. ഇത് കപ്പലണ്ടിയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, ബദാമുണ്ട്. ഞാൻ നേന്ത്രപ്പഴം ഇട്ടത് കൊണ്ട് ഈന്തപ്പഴം ഇടുന്നില്ല. അല്ലെങ്കിൽ ഈന്തപ്പഴം കയ്യിലുണ്ടെങ്കിൽ അതിട്ടാൽ മതി, നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ. അതെല്ലാ കുട്ടികൾക്കും ഉള്ളവർ ഇച്ചിരിച്ച ഇപ്പോൾ ഉത്സവ സീസണൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ ഇച്ചിരിച്ച വീട്ടിൽ മേടിച്ച് വയ്ക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് ഇട്ടാൽ മതി. ഇതുപോലെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒരു വാഴയില ചുറ്റി അടിഭാഗം കെട്ടി വയ്ക്കും. അതുപോലെ ഞാൻ എല്ലാം കെട്ടി വെച്ച് ഒരെണ്ണം ചുറ്റി കെട്ടുന്നത് കാണിക്കണമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് പോലെ ആയിട്ടുണ്ട്. ഇത് അടിഭാഗം ഒന്ന് ഇറുക്കി പിടിച്ചും കൊണ്ട് നമ്മൾ ഈ മാവ് കോരി അതിലോട്ട് ഒഴിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാവ് ഒരുപാട് കൊള്ളും. ഇങ്ങനെ കോരി ഒഴിക്കുന്ന താമസമേ ഉള്ളൂ. നമ്മളൊന്ന് കെട്ടി എല്ലാ കുമ്പിളിലും അങ്ങനെ ആക്കി വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ജോലി തീരും. ഇനി ഇതിവിടെ ഈ ഭാഗം കൂട്ടിപ്പിടിച്ച് വാഴയില കൊണ്ട്, വാഴവള്ളി കൊണ്ട് കെട്ടാം. അപ്പോഴും ഞാൻ മാവെല്ലാം കോരി ഒഴിച്ച് ഇതുപോലെ എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഇഡ്ഡലി തട്ട് അടുപ്പത്തേക്ക് വെച്ച് വെള്ളം തിളച്ച് കിടക്കുകയാണ്. നല്ലതുപോലെ തിളച്ച വെള്ളത്തിലേക്ക് ഇതങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇഡ്ഡലി തട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വേവിക്കാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഞാൻ കാണിച്ചത് നേരത്തെ നമ്മൾ ഒഴിച്ച് വെച്ച ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരു 11 മണിക്ക് കുട്ടികളൊക്കെ ഓടി വരുമ്പോഴത്തേക്ക് നമുക്ക് കയ്യിലെടുത്ത് കൊടുക്കാം. പിന്നെ വൈകിട്ടത്തെ ചായക്കടിക്കും ഇത് തന്നെ ഉപയോഗിക്കാം. ഇത് കോരി ഒഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ അടിഭാഗം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഗ്ലാസ് പോലെ ഇരിക്കും. അതിൻ്റെ അകത്ത് വേണം കോരി ഒഴിക്കാൻ. കോരി ഒഴിച്ച് ഇവിടെ വാഴവള്ളി വെച്ച് അങ്ങ് കെട്ടാനൊക്കെ ഇച്ചിരി സമയം മതി. അത് നല്ലതുപോലെ ചെയ്ത് വരുമ്പോഴത്തേക്ക്
നല്ലതുപോലെ ചെയ്ത് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഒരു എങ്ങനെയെന്നുള്ള ഒരിത് കാണും. നമ്മൾ ഒന്ന് രണ്ടെണ്ണം നിറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിറയ്ക്കാൻ എളുപ്പമാണ്, കെട്ടാനും എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെയാണ് തയ്യാറാക്കി കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് പഞ്ചസാര കൂടുതൽ വേണമെന്നവർക്ക് ചേർക്കാൻ, ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, കാണിച്ചതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം, എളുപ്പമാണ്. അപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.